നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. 4 മണിയാവാറായി കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടേ. കണ്ടോ, മൂവാണ്ട മാങ്ങയാണ്. മൂവാണ്ട മാങ്ങ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ളതാണ് ഇത്. പക്ഷേ അനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഇവിടുത്തെ അല്ല. ഇനി കുറച്ച് മറ്റേ പ്രിയൂര് മാങ്ങയും ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കുറച്ച് മാങ്ങ എടുത്ത് ഞാൻ പഴുത്തത് ചെത്തിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ്. ആദ്യം തന്നെ നമുക്ക് തൊലി ചെത്തിക്കളയാം കേട്ടോ. കുറേ മാങ്ങ കിട്ടുമ്പോഴേ, ഒരുപാട് മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൂളിയിട്ട് ഇങ്ങനെ പൂളിയിട്ട് പ്രത്യേക രസത്തിലുണ്ടാക്കി വെക്കും. പണ്ട് കാലത്ത് വട്ടം മാങ്ങ എന്ന് പറയും, കപ്പൽ മാങ്ങ എന്ന് പറയും. അത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വീഴും. അങ്ങനെ വീഴുമ്പോഴും അതിനെ പറക്കി കൊണ്ടിട്ട് തൊലിയൊന്നും ചെത്തില്ല. അതങ്ങനെ തന്നെ അങ്ങോട്ട് പൂളി ഇതുപോലെ പ്ലേറ്റിലങ്ങോട്ട് ഇടും. എന്നിട്ട് ഇത്തിരി ഉപ്പും മുളകൊക്കെ കൊണ്ട് ചേർത്തിട്ട് തിന്നുമ്പോൾ ടേസ്റ്റ് എത്രയെന്നറിയോ പണ്ടത്തെ. ഇപ്പം നമ്മൾ വട്ടമാങ്ങ കാണാൻ പോലും കിട്ടാനില്ല. എവിടെ പോയി എന്നറിയില്ല. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വട്ടമാങ്ങ കിട്ടാനുണ്ടോ അറിയില്ല. എനിക്ക് കിട്ടാൻ കൊതിയായിട്ടല്ല കേട്ടോ, നല്ല ഞാൻ കാണാറില്ല. ഇപ്പോൾ മരമൊക്കെ മുറിച്ചു പോയെന്ന് തോന്നണേ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ, പൊടിയുപ്പ്. പണ്ടത്തെ കാലത്ത് പൊടിയുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുട്ടിക്കാലത്ത്. അപ്പോൾ ഉപ്പ് ഇങ്ങനെ പൊടിച്ച് അമ്മീമ്മ പൊടിച്ച് വെക്കും. അങ്ങനെയുണ്ട് അത് തന്നെ പൊടിയുപ്പിട്ടു. പൊടിയുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഇടണം. മുളക് പൊടി കണ്ടോ, ഇത്തിരി ഇടാൻ പാടുള്ളൂ കേട്ടോ. ആ മാങ്ങയുടെ ഒരു മധുരം ഇത്തിരി ഉപ്പും ഇത്തിരി മുളകൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേക ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അത് നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു. ഇനി മെല്ലെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അതിന് പ്രത്യേക ഒരു രുചിയാണ് കൈ കൊണ്ട് മിക്സ് ചെയ്യാനായിട്ട്. നല്ല രസം. അധികം മുളക് വേണ്ട കേട്ടോ. ഇനി ഞാനിപ്പോൾ പൊടിയല്ല ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മുളകുണ്ടല്ലോ, വറ്റൽ മുളക് ഒന്ന് ചുട്ടിട്ട് ഒന്ന് കുത്തിപ്പൊടിച്ചിട്ട് അതിനേക്കാളും സ്വാദാട്ടോ. ജാസ്രിയ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചാൽ ഇത്തിരി നല്ല സ്വാദായിരിക്കും. കുറച്ച് മതിയേ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ അതാ ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക വീണ്ടും. സുന്ദരിയേ വാ. ഇത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയൂ. ഉപ്പുമുളക് കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വാ, കഴിക്ക്. പ്ലേറ്റ് കൊണ്ടാ തരാം. മതിയാ? തിന്നാലും തിന്നാലും മതി വരില്ല, തിന്നാതിരുന്നാലോ കൊതി. തടമാത്തൊക്കെ നല്ല. അപ്പം എല്ലാവരും ഒരു തരാം. നല്ല രസമാട്ടോ. കുറച്ച് മുളകിടുക, ഇത്തിരി ഉപ്പിടുക, തിന്നാളി വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലതാ, സൂപ്പറാട്ടോ. എന്ത് രസം എന്നറിയോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടാ. നല്ല സൂപ്പർ സാധനമാണ് മാങ്ങ. ഇത് പ്രിയൂര് മാങ്ങ. എന്തിനു വേണ്ടേ? ഇത് സൂപ്പർ മാങ്ങ. ഇത് ഇത്തിരി കഴിയുമ്പോഴേക്കും ഇപ്പോൾ 2 ആൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അവർ വരുമ്പോഴേക്കും ഇത് കഴിയും. അപ്പോൾ നെക്സ്റ്റ് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇത് പ്രിയൂര് മാങ്ങ കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ മറന്നു. ഇതാണ് മൂവാണ്ട മാങ്ങ. കണ്ട. അപ്പോൾ ഇങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ പണ്ടത്തെ ആ വട്ടം മാങ്ങ ഉണ്ടല്ലോ, അത് കടും മധുര കേട്ടോ. അല്ലാണ്ട് പുളിയേ ഇല്ല അതിന്. തൊണ്ടട്ടൊക്കെ അടിച്ചെത്തിയിട്ട് പൂളിയിട്ട് ഉപ്പ് മുളകിട്ട് കഴിക്കുക. നല്ല രസമാണ്. മുളകൊന്ന് ചുട്ടിട്ട് പൊടിച്ചിട്ട് അതിനേക്കാൾ ടേസ്റ്റ്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, ഇഷ്ടമായോ? എങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടച്ച് വെക്കാം. എല്ലാവരും വരുമ്പോൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.